So dear students, welcome back. ഇന്ന് നമ്മൾ ഫിഫ്ത്ത് മൊഡ്യൂളിൻ്റെ കണ്ടിന്യൂഷൻ ആണ് പഠിക്കുന്നത്. ദറ്റ് ഈസ് ജോബ് ഡിസൈൻ സ്കിൽസ്, പേഴ്സണൽ ക്യാരക്ടറിസ്റ്റിക്സ്, സെലക്ഷൻ പ്രോസസ്സ്. ഓക്കെ, ഈ 3 ടോപ്പിക്സ് ആയിരിക്കും ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. സോ ഇതിൽ ഫസ്റ്റ് വൺ ജോബ് ഡിസൈൻ. സോ ജോബ് ഡിസൈൻ എന്ന് വെച്ചാൽ നമ്മൾ ഒരു പെർട്ടിക്കുലർ ജോബ് എങ്ങനെയാണ് എംപ്ലോയി ഫ്രണ്ട്ലി ആയിട്ട് ഡിസൈൻ ചെയ്ത് കൊടുക്കുക. ഓക്കെ, സോ ഹൗ ടു മേക്ക് ഇറ്റ് മോർ എംപ്ലോയി ഫ്രണ്ട്ലി. അപ്പോൾ അതിനെന്തൊക്കെ ചെയ്യാൻ പറ്റും, അതാണ് ജോബ് ഡിസൈൻ. സോ ദി ജോബ് ഡിസൈൻ ഈസ് യൂഷ്വലി ബ്രോഡ് ഇനഫ് ടു അക്കോമഡേറ്റ് പീപ്പിൾസ് നീഡ്സ് ആൻഡ് ഡിസയേഴ്സ്. ഓക്കെ, സോ പീപ്പിൾ ഇൻ ദി സെൻസ് എംപ്ലോയി. അപ്പോൾ എംപ്ലോയിയുടെ നീഡ്സും അതുപോലെ അവരുടെ നീഡ്സ് ആൻഡ് ഡിസയേഴ്സ് സാറ്റിസ്ഫൈ ചെയ്യുന്ന രീതിയിലായിരിക്കണം അവർക്ക് ഓരോ ജോബ്സ് നമ്മൾ അസൈൻ ചെയ്യേണ്ടത്. ഓക്കെ, and it may be especially appropriate to design jobs for exceptional persons in order to utilize their potential. Okay, and it should be designed in such a way that their potentiality is completely utilized. And it is important to design jobs so that individuals feel good about their work. Okay, so ഇതിനാണ് നമ്മൾ ജോബ് ഡിസൈൻ ചെയ്യുന്നത്. ആൻഡ് ദർ ആർ മെയിൻലി 2 മേജർ ജോബ് ഡിസൈൻ ഗോൾസ്. ഓക്കെ, ജോബ് ഡിസൈൻ ചെയ്യുക അതെന്തിനാണ് ചെയ്യുന്നതെന്ന് വെച്ചാൽ അതിൻ്റെ ഇമ്പോർട്ടൻസ് എന്ന് വെച്ചാൽ 2 ഇമ്പോർട്ടൻറ്റ് ഗോൾസ് സാറ്റിസ്ഫൈ ചെയ്യാനാണ്. വൺ ഇസ് ഓർഗനൈസേഷണൽ റിക്വയർമെൻറ്റ് ആൻഡ് അതർ ഇസ് ഇൻഡിവിജ്വൽ എംപ്ലോയി സാറ്റിസ്ഫാക്ഷൻ. ഇൻഡിവിജ്വലായിട്ടും അതുപോലെ തന്നെ ഓർഗനൈസേഷണൽ റിക്വയർമെൻറ്റ്സിനുമാണ് വി ആർ ഡിസൈനിങ് എ പെർട്ടിക്കുലർ ജോബ്. സോ ടു മീറ്റ് ദി ഓർഗനൈസേഷണൽ റിക്വയർമെൻറ്റ്സ് വിച്ച് ഇസ് ഹയർ പ്രൊഡക്ടിവിറ്റി, ഓപ്പറേഷണൽ എഫിഷ്യൻസി, ക്വാളിറ്റി ഓഫ് പ്രൊഡക്റ്റ് സർവീസസ് ആൻഡ് ഓൾസോ ടു സാറ്റിസ്ഫൈ ദി നീഡ്സ് ഓഫ് ഇൻഡിവിജ്വൽ എംപ്ലോയീസ്. ഓക്കെ, അവരുടെ നീഡ്സ് ലൈക്ക് അവരുടെ ചലഞ്ചസ്, ഇൻട്രസ്റ്റ്, അച്ചീവ്മെൻറ്റ്സ് ഇതെല്ലാം സാറ്റിസ്ഫൈ ചെയ്യുന്ന രീതിയിലായിരിക്കണം അവർക്ക് ഡിസൈൻ ചെയ്ത് കൊടുക്കുന്ന ജോബ്. ഓക്കെ, സോ ദർ ആർ 3 ടെക്നിക്സ്. സോ ജോബ് ഡിസൈനിങ്ങിന് 3 ടെക്നിക്സ് അല്ലെങ്കിൽ 3 പ്രോസസ്സാണുള്ളത്. വൺ ഈസ് ജോബ് എൻലാർജ്മെൻറ്റ്, ജോബ് റൊട്ടേഷൻ, ജോബ് എൻറിച്ച്മെൻറ്റ്. ഓക്കെ, 3 കാര്യങ്ങളാണ്. ലെറ്റ് us see each one of them. സോ ജോബ് എൻലാർജ്മെൻറ്റ്. ഓക്കെ, സോ എൻലാർജ്മെൻറ്റ് എന്ന് വെച്ചാൽ എന്താ, ഇറ്റ് ഈസ് എൻ എക്സ്പാൻഷൻ, എക്സ്പാൻഡിങ്. ഓക്കെ, സോ ജോബ് എൻലാർജ്മെൻറ്റ് എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് ദി ഹൊറിസോണ്ടൽ എക്സ്പാൻഷൻ ഓഫ് എ ജോബ്. ഹൊറിസോണ്ടൽ എക്സ്പാൻഷൻ ഇൻ ദ സെൻസ് നമ്മൾ ആക്ടിവിറ്റീസിൻ്റെ നമ്പർ കൂട്ടിക്കൊടുക്കും. ഓക്കെ, അല്ലെങ്കിൽ ടാസ്ക് ഒരു എംപ്ലോയി ചെയ്യേണ്ട ടാസ്കിൻ്റെ നമ്പർ ഇൻക്രീസ് ചെയ്യും. അതായത് ഒരു എംപ്ലോയി സെയിം പേഴ്സണെ കൊണ്ട് തന്നെ ഡിഫറെൻറ്റ് ടാസ്ക് ചെയ്യിക്കും. ഓക്കെ, സോ അവർക്ക് അഡീഷൻ ഓഫ് ടാസ്ക് അറ്റ് ദി സെയിം ലെവൽ. സോ അതിനെയാണ് നമ്മൾ ജോബ് എൻലാർജ്മെൻറ്റ് എന്ന് പറയുന്നത്. ഓക്കെ, സോ ഇറ്റ് ഈസ് ഡൂയിങ് ഡിഫറെൻറ്റ് ടാസ്ക് ബൈ ദി സെയിം വർക്കർ ആൻഡ് ഇറ്റ് ഡസ് നോട്ട് ഇൻക്രീസ് ദി ഡെപ്ത് ഓഫ് ദി ജോബ്. അപ്പോൾ ഓരോ ജോബും ഡീപ്പായിട്ട് അതിൻ്റെ ഡെപ്തിൽ ചെയ്യണമെന്നല്ല, ബട്ട് ദാറ്റ് പേഴ്സൺ ഹാസ് ടു ഡു മൾട്ടിപ്പിൾ ടാസ്ക്. ഓക്കെ, സോ ഇറ്റ് റിക്വയർസ് ലോങ്ങർ ട്രെയിനിങ് പീരീഡ് ബിക്കോസ് ദർ ആർ മോർ ടാസ്ക് ടു ബി ലേൺഡ്. സോ ട്രെയിനിങ് പീരീഡ് വേണം, ബിക്കോസ് ഇങ്ങനെ മൾട്ടി സ്കിൽഡ് ആയിട്ട് ഒരു വർക്ക് ചെയ്യാനായിട്ടുള്ള ട്രെയിനിങ്സ് ഒക്കെ കൊടുക്കണം. ഓക്കെ, സോ ദാറ്റ് ഈസ് ജോബ് എൻലാർജ്മെൻറ്റ്, അതായത് ഗിവിങ് മൾട്ടിപ്പിൾ ജോബ്സ് ടു എ സെയിം പേഴ്സൺ. And advantages of job enlargement. So it helps the organization to improve and increase the skills of the employee. So employee multi-skilled ആയിരിക്കും. Okay, and it improves learning capacity of the employee. So he can learn multiple skills. Okay, അപ്പോൾ ലേണിംഗ് കപ്പാസിറ്റി ഇമ്പ്രൂവ് ചെയ്യും. അതുപോലെ തന്നെ വൈഡ് റേഞ്ച് ഓഫ് ആക്ടിവിറ്റീസ്. ഇറ്റ് പ്രൊവൈഡ്സ് വേരിയസ് കൈൻഡ്സ് ഓഫ് ആക്ടിവിറ്റീസ് ഫോർ ദി എംപ്ലോയീസ്. ആൻഡ് ഡിസഡ്വാൻറ്റേജസ് എന്ന് പറയുമ്പോൾ വർക്ക് ബർഡൻ, ഫ്രസ്ട്രേഷൻ. ഓക്കെ, സോ ടു മച്ച് ഹെവി ലോഡ് ആയിരിക്കും, സോ വർക്ക് ബർഡൻ ഉണ്ടാവും. ആൻഡ് ഇറ്റ് ഇൻക്രീസ് ദ ഫ്രസ്ട്രേഷൻ ഓഫ് ദി എംപ്ലോയി ആൻഡ് അറ്റ് ദ സെയിം ടൈം ഇറ്റ് ക്രിയേറ്റ്സ് മിസ്അണ്ടർസ്റ്റാൻഡിങ് വിത്ത് ദി യൂണിയൻ മെമ്പർ. ഓക്കെ, സോ യൂണിയൻ മെമ്പേഴ്സിന് ഒരു നെഗറ്റീവായിട്ടുള്ളൊരു ഫീഡ്ബാക്ക് ആയിരിക്കും കിട്ടുക. ഓക്കെ, ലൈക്ക് അവർക്ക് അവരുടെ വർക്കേഴ്സിൻ്റെ വർക്കിംഗ് ഫേവറബിൾ ആയിട്ടല്ല പോകുന്നതെന്ന്. ഓക്കെ, ബിക്കോസ് അവർക്ക് മൾട്ടിപ്പിൾ ടാസ്ക് ഇങ്ങനെ കൊടുക്കുന്നതുകൊണ്ട് അപ്പോൾ അങ്ങനെ ഒരു നെഗറ്റീവായിട്ടുള്ളൊരു ഇമേജ് ആയിരിക്കും കിട്ടുക. ഓക്കെ, നെക്സ്റ്റ് ഇസ് ജോബ് റൊട്ടേഷൻ. സോ ജോബ് റൊട്ടേഷൻ എന്ന് വെച്ചാൽ റൊട്ടേറ്റിംഗ് ദ ജോബ്സ്. ഓക്കെ, ഒരു സിംഗിൾ പേഴ്സണെ ഡിഫറെൻറ്റ് ജോബ്സിലേക്ക് റൊട്ടേറ്റ് ചെയ്ത് വിടാം. സോ ഇറ്റ് റെഫേഴ്സ് ടു ദ മൂവ്മെൻറ്റ് ഓഫ് എൻ എംപ്ലോയി ഫ്രം വൺ ജോബ് ടു അനദർ. So an employee who works on a routine job is affected from boredom and monotony. So ആ ഒരു മൊണോട്ടണിയും ബോർഡവും ഇല്ലാതെയാക്കാനാണ് ഇങ്ങനെ, അതായത് ജോബ് റൊട്ടേഷൻ പ്രൊവൈഡ് ചെയ്യുന്നത്. ഓക്കെ, സോ ഇറ്റ് ഇംപ്രൂവ്സ് എംപ്ലോയീസ് സ്കിൽസ്. ഇറ്റ് ഈസ് ഡൺ ടു ഡിസൈഡ് ദി ഫൈനൽ പോസ്റ്റിംഗ് ഓഫ് എൻ എംപ്ലോയി.
ഓക്കെ, സോ ഏത് പോസ്റ്റിങ്ങിലേക്ക് കൊടുക്കണം, എംപ്ലോയിക്ക് ഏത് പോസ്റ്റിംഗ് കൊടുക്കണമെന്നുള്ള ഒരു ഡിസിഷന് വേണ്ടിയിട്ടും ഇങ്ങനെ ജോബ് റൊട്ടേഷൻ ചെയ്യാറുണ്ട്. ഓക്കെ, അതായത് എക്സാമ്പിൾ എന്ന് വെച്ചാൽ ഇപ്പം എ പേഴ്സൺ ഈസ് അസൈൻ ടു എ മാർക്കറ്റിംഗ് ഡിപ്പാർട്ട്മെൻറ്റ്. സോ മാർക്കറ്റിംഗ് ഡിപ്പാർട്ട്മെൻറ്റിൽ അസൈൻ ചെയ്തു ആൻഡ് വെയർ ഓക്കെ ഹി ലേൺസ് ഓൾ ദി ജോബ്സ് ആൻഡ് ദെൻ ഹി ഈസ് മൂവ് ടു ദി ഷിഫ്റ്റഡ് ടു ദി സെയിൽസ് ഡിപ്പാർട്ട്മെൻറ്റ് ആൻഡ് സെയിൽസ് ഡിപ്പാർട്ട്മെൻറ്റിൽ നിന്ന് അഗെയിൻ ഫൈനാൻസ് ഡിപ്പാർട്ട്മെൻറ്റിലേക്ക്. അപ്പോൾ ഇങ്ങനെ ഷിഫ്റ്റ് ചെയ്തുകൊണ്ടിരിക്കും. ഓക്കെ, സോ ഓരോ ഡിപ്പാർട്ട്മെൻറ്റും ഷിഫ്റ്റ് ചെയ്തു ആൻഡ് ഫൈനലി അത് അസസ് ചെയ്യാൻ പറ്റും ഏതിലാണ് ഓക്കെ ബെസ്റ്റ് പെർഫോമൻസ് കാണിച്ചത് ഏതിലാണെന്ന് അസസ് ചെയ്യാൻ പറ്റും. ഓക്കെ, സോ ദറ്റ് ഈസ് വാട്ട് ജോബ് റൊട്ടേഷൻ ഇസ്. ആൻഡ് ഇതിൻ്റെ അഡ്വാൻറ്റേജ് എന്ന് വെച്ചാൽ നേരത്തെ പറഞ്ഞ പോലെ ബോർഡം ആൻഡ് മൊണോട്ടണി അവോയ്ഡ് ചെയ്യും ആൻഡ് ഇറ്റ് പ്രൊവൈഡ്സ് എൻ ഓപ്പർച്യൂണിറ്റി ടു ബ്രോഡൺ വൺസ് നോളേജ്. ഓക്കെ, സോ മാർക്കറ്റിംഗ് ഇപ്പോൾ ഒരു കമ്പനി ചെന്നാൽ മാർക്കറ്റിംഗ് ഡിപ്പാർട്ട്മെൻറ്റിൽ മാത്രമല്ല എല്ലാ ഡിപ്പാർട്ട്മെൻറ്റും ഹാൻഡിൽ ചെയ്യാനായിട്ടുള്ളൊരു ഓപ്പർച്യൂണിറ്റീസും കൂടെ കിട്ടും. ഇറ്റ് അവോയ്ഡ്സ് ഫ്രോഡുലൻറ്റ് പ്രാക്ടീസ്. ഇപ്പോൾ ഒരു സെയിം ഡിപ്പാർട്ട്മെൻറ്റിൽ തന്നെ കുറേ ഇയേഴ്സ് ആയിട്ട് സെർവ് ചെയ്യുകയാണെങ്കിൽ വാട്ട് ഹാപ്പൻസ് ഇസ് ദാറ്റ് എംപ്ലോയി മേ ട്രൈ ടു ഫൈൻഡ് സം ലൂപ്പ് ഹോൾസ്. ഓക്കെ, അതിൽ എന്തെങ്കിലും ലൂപ്പ് ഹോൾസോ എന്തെങ്കിലും ഫ്രോഡുലൻറ്റ് പ്രാക്ടീസസ് നടത്താനായിട്ടുള്ള ലൂപ്പ് ഹോൾസ് അങ്ങനെ പ്രാക്ടീസസ് ചെയ്യാനായിട്ടുള്ള ടെൻഡൻസി ഉണ്ടായിരിക്കും. കാരണം ഇപ്പോൾ ആ സെയിം ഡിപ്പാർട്ട്മെൻറ്റ് ഹാൻഡിൽ ചെയ്യുന്ന ഒരു സിംഗിൾ പേഴ്സൺ ആണെങ്കിൽ സോ ദർ ആർ ചാൻസസ് ഓഫ് fraudulent practices. Okay, and again disadvantages, frequent interruption of work. So work gets interrupted ഒരു ഷിഫ്റ്റിംഗ് കാരണം ഇങ്ങനെ ഫ്രീക്വൻ്റ് ആയിട്ടുള്ള ഷിഫ്റ്റിംഗ് കാരണം ഇൻട്രപ്ഷൻ ഉണ്ടാകും. ഇറ്റ് റെഡ്യൂസസ് യൂണിഫോമിറ്റി ഇൻ ക്വാളിറ്റി. ഓക്കെ, സോ ഒരു എംപ്ലോയി ചെയ്യുന്ന പോലെ ആയിരിക്കില്ല നെക്സ്റ്റ് എംപ്ലോയി വരാൻ നേരത്ത് പൊസിഷൻ ഹാൻഡ് ഓവർ ചെയ്യാൻ നേരത്ത് ആ ഒരു പ്രൊഡക്റ്റിൻ്റെ ക്വാളിറ്റി. സോ ക്വാളിറ്റി മാനേജ്മെൻറ്റ് ഡിഫറെൻ്റ് ആയിരിക്കും. ഓക്കെ, സോ ഇറ്റ് റെഡ്യൂസസ് ദ യൂണിഫോമിറ്റി ഇൻ ക്വാളിറ്റി. It creates misunderstanding with the union member and it increases stress and peer pressure. Now moving on to the third technique, that is job enrichment. So job enrichment എന്ന് വെച്ചാൽ increasing the responsibility and control. Okay, ഒരു ജോബിൻ്റെ റെസ്പോൺസിബിലിറ്റീസ് ഇൻക്രീസ് ചെയ്ത് കൊടുക്കുന്നതിനെയാണ് ജോബ് എൻറിച്ച്മെൻറ്റ് എന്ന് പറയുന്നത്. അപ്പോൾ that particular person or the employee will get all the sole responsibility ഓക്കെ ടു മേക്ക് ഡിസിഷൻസ്. അപ്പോൾ അതിനെ റിലേറ്റ് ചെയ്യുന്ന എല്ലാ ഡിസിഷൻസ് എടുക്കാനും എല്ലാ പവറും എംപ്ലോയിക്ക് കൊടുക്കുന്നതിനെയാണ് ജോബ് എൻറിച്ച്മെൻറ്റ് എന്ന് പറയുന്നത്. ഓക്കെ, സോ ഇറ്റ് ഈസ് എൻ അറ്റംപ്റ്റ് ടു മോട്ടിവേറ്റ് ദി എംപ്ലോയീസ് ബൈ ഗിവിംഗ് ദം ഇൻക്രീസ്ഡ് റെസ്പോൺസിബിലിറ്റി ആൻഡ് വെറൈറ്റി ഇൻ ദെയർ ജോബ്സ്. ഇറ്റ് ഈസ് കൺസിഡേർഡ് എ വെർട്ടിക്കൽ റീസ്ട്രക്ചറിങ് മെത്തേഡ്. ഓക്കെ, ഒരു വെർട്ടിക്കൽ എക്സ്പാൻഷൻ മെത്തേഡാണ്. അതായത് ഇൻ ഡെപ്തിൽ, അപ്പോൾ ആ ഒരു പെർട്ടിക്കുലർ ജോബിനെ പറ്റി ഡെപ്തിൽ അറിഞ്ഞിരിക്കണം. ഓക്കെ, സോ ഇറ്റ് ഈസ് എ വെർട്ടിക്കൽ റീസ്ട്രക്ചറിങ് മെത്തേഡ് of giving the employee additional authority, autonomy and control over the way the job is accomplished. So it is a vertical loading of the job while job enlargement is horizontal loading. Okay, so ഇവിടെ എന്ന് വെച്ചാൽ they are keeping up the responsibility in that employees. Okay, employeesന് റെസ്പോൺസിബിലിറ്റി കൊടുക്കുകയാണ്, അല്ലെങ്കിൽ സബോർഡിനേറ്റിന് റെസ്പോൺസിബിലിറ്റീസ് കൊടുക്കുന്നതിനാണ് ജോബ് എൻറിച്ച്മെൻറ്റ് എന്ന് പറയുന്നത്. So it improves decision making ability, so that particular person has to make decision on his own, and it reduces the workload of superiors. Okay, നമ്മൾ delegation of authority എന്ന് പറയുന്ന പോലെ തന്നെ. Okay, and again disadvantages is it is having negative implications if employees are not comfortable with if employees are not comfortable with their decision making skills, this may not be successful. അതേപോലെ സുപ്പീരിയേഴ്സ് വിൽ ഹാവ് എ ഫീലിംഗ് ദാറ്റ് അവരുടെ കംപ്ലീറ്റ് പവറും സബോർഡിനേറ്റ്സിന് കൊടുത്തു എന്നൊരു ഫീൽ ഉണ്ടാവും. ഓക്കെ, ആൻഡ് ഓൾസോ ഇഫ് ദ പേഴ്സൺ ഈസ് ഇൻറ്റേർണലി ഡിസാറ്റിസ്ഫൈഡ്, ഓർഗനൈസേഷനുമായിട്ട് ഇൻറ്റേർണലി എന്തെങ്കിലും ഇഷ്യൂസ് ഉള്ള ഒരു പേഴ്സൺ ആണെങ്കിൽ ദേ കനോട്ട് കംപ്ലീറ്റ്ലി അക്കംപ്ലിഷ് ദിസ് ടാസ്ക്. ഓക്കെ, സോ ഇതിനെയാണ് ജോബ് എൻറിച്ച്മെൻറ്റ് എന്ന് പറയുന്നത്. സോ ഹിയർ ജോബ് എൻറിച്ച്മെൻറ്റ് ക്ലിയർ. Again, next is the skills and personal characteristics needed in managers. Okay, ഇത് നമ്മൾ ഇൻ്റർപേഴ്സണൽ സ്കിൽസും ഈ മാനേജറിയൽ സ്കിൽസും ഓൾറെഡി നമ്മൾ ഫസ്റ്റ് മൊഡ്യൂളിൽ ഡിസ്കസ് ചെയ്തതാണ്. ഓക്കെ, അപ്പോൾ ക്വസ്റ്റ്യൻ ചോദിച്ചാൽ നിങ്ങൾക്ക് എയ്തർ അതല്ലെങ്കിൽ ദിസ് ഇൻ്റർപേഴ്സണൽ സ്കിൽസ് എന്ന് വെച്ച് ഈ 5th മൊഡ്യൂളിൽ എഴുതാം. So managers needs various skills ranging from technical to design to be effective. So the relative importance, okay, so level of managers അനുസരിച്ച് ഇമ്പോർട്ടൻസും മാറിക്കൊണ്ടിരിക്കും. Okay, so the desired qualities are analytical and problem solving skills and personal characteristics. Okay, so interpersonal ആണ് നമ്മൾ പഠിച്ചിരുന്നത്. Again analytical and problem solving abilitiesഉം കൂടെ ഉണ്ട്. Okay, so first is analytical and problem solving abilities. So
അതായത് പ്രോബ്ലം ഐഡൻറ്റിഫൈ ചെയ്യുക, അത് സോൾവ് ചെയ്യാനായിട്ട്, ഓക്കെ, ആ സിറ്റുവേഷൻ ഐഡൻറ്റിഫൈ ചെയ്തിട്ട് അത് സോൾവ് ചെയ്യാനായിട്ട് അല്ലെങ്കിൽ കറക്റ്റായിട്ടുള്ള ഡിസിഷൻ മേക്ക് ചെയ്യാനായിട്ടുള്ള എബിലിറ്റി ഉണ്ടായിരിക്കണം. So that is analytical and problem solving abilities. So managers must be able to identify problems and analyze complex situations. They must scan the environment and identify the opportunities present in front of them through a rational process. So analytical skills, അപ്പോൾ ഇങ്ങനെ ആ ഒരു എൻവയോൺമെൻറ്റ് മനസ്സിലാക്കി അതിനനുസരിച്ചുള്ള ഡിസിഷൻസ് എടുക്കണമെങ്കിൽ ദറ്റ് പേഴ്സൺ ഷുഡ് പോസസ് അനലിറ്റിക്കൽ സ്കിൽസ്. ഓക്കെ, എങ്കിൽ മാത്രമേ ദ പ്രസൻറ്റ് ആൻഡ് പൊട്ടൻഷ്യൽ കസ്റ്റമേഴ്സിനെ ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റുള്ളൂ. ഓക്കെ, ആൻഡ് എന്തൊക്കെയാണ് അവരുടെ നീഡ്സ് അതനുസരിച്ച് സാറ്റിസ്ഫൈ ചെയ്യാൻ പറ്റുള്ളൂ. സോ ദിസ് കൈൻഡ് ഓഫ് ഓപ്പർച്യൂണിറ്റി സീക്കിംഗ് അപ്രോച്ച്. ഓക്കെ, സോ ഇതെന്ന് വെച്ചാൽ ഓപ്പർച്യൂണിറ്റി സീക്കിംഗ് അപ്രോച്ചാണ്. Is the success of many organizations. For example, why is WhatsApp instant messaging in ഇത്രയും, okay, it has gathered so much of customers. അതിൻ്റെ റീസൺ എന്ന് വെച്ചാൽ, ഓക്കെ, ഇത്രയും പോപ്പുലാരിറ്റി കിട്ടാനുള്ള റീസൺ ബിക്കോസ് ദാറ്റ് ഈസ് വാട്ട് നമ്മൾ സീക്ക് ചെയ്യുന്ന കാര്യമാണത്. ഓക്കെ, ഒരു ഇൻസ്റ്റൻ്റ് ആയിട്ടുള്ള ഒരു മെസ്സേജിങ് ആപ്പ് അതിനു മുമ്പ് ഇല്ലായിരുന്നു. വി ഹാവ് ടു നമുക്ക് SMS അതുപോലെയുള്ള കാര്യങ്ങളിലേക്ക് ആയിരുന്നു ഫസ്റ്റ് നമ്മൾ ഡിപ്പെൻഡ് ചെയ്തിരുന്നത്. ഓക്കെ, അപ്പോൾ അത് മനസ്സിലാക്കിയിട്ടാണ് ഈ വാട്സപ്പ് ഇൻസ്റ്റൻറ്റ് മെസ്സേജിങ് സർവീസസ് വരുന്നത്. സോ ദാറ്റ് അപ്പോൾ കസ്റ്റമേഴ്സ് എന്താ കൂടുതൽ അതിലേക്ക് അട്രാക്റ്റഡ് ആയി. ഓക്കെ, സോ അങ്ങനെ ഒരു ഓപ്പർച്യൂണിറ്റി സീക്കിംഗ് അപ്രോച്ചാണ് ആ ഒരു ഓർഗനൈസേഷൻ്റെ സക്സസ് എന്ന് പറയുന്നത്. ഓക്കെ, സോ മാനേജേഴ്സ് ഓൾസോ നീഡ് ഡിറ്റർമിനേഷൻ ടു ഇംപ്ലിമെൻറ്റ് ദി സൊല്യൂഷൻ. സൊല്യൂഷൻ സോൾവ് ചെയ്യാനുള്ള പ്രോബ്ലം സോൾവിങ് സ്കില്ലും വേണം, അതേപോലെ തന്നെ അത് ഇംപ്ലിമെൻറ്റ് ചെയ്യാനായിട്ടുള്ള ഡിറ്റർമിനേഷനും വേണം. ഓക്കെ, സോ ദറ്റ് ഈസ് അനലിറ്റിക്കൽ ആൻഡ് പ്രോബ്ലം സോൾവിങ് എബിലിറ്റീസ്. അഗെയിൻ പേഴ്സണൽ ക്യാരക്ടറിസ്റ്റിക്സ് എന്ന് വെച്ചാൽ ഡിസയർ ടു മാനേജ്. ഓക്കെ, ദേ ഷുഡ് ബി ഡിസയർ to manage that group of people, then communication skills and empathy, integrity and honesty, past experience as a manager. Okay, so desire എന്ന് പറയുമ്പോൾ മാനേജ് ചെയ്യാനും അതുപോലെ ഇൻഫ്ലുവൻസ് ചെയ്യാനായിട്ടുള്ള സ്ട്രോങ് ഡിസയർ ഉണ്ടായിരിക്കണം. they should get the desired results through team efforts of the workers. Okay, then successful managers obtained desired result by creating an environment. So they have to create an environment. Okay, അപ്പം അങ്ങനെ അതായത് ടൈം, എഫേർട്ട്, എനർജി ഇതെല്ലാം മാനേജ് ചെയ്യാനായിട്ടുള്ളൊരു സ്ട്രോങ് ഡിസയർ ഉണ്ടായിരിക്കണം. ദറ്റ് ഈസ് ഫസ്റ്റ് വൺ, ഡിസയർ ടു മാനേജ്. നെക്സ്റ്റ് ഈസ് കമ്മ്യൂണിക്കേഷൻ സ്കിൽസ് ആൻഡ് എംപത്തി. സോ കമ്മ്യൂണിക്കേഷൻ സ്കിൽസ് എന്ന് പറഞ്ഞാൽ ഹൗ വെൽ ദേ ക്യാൻ കമ്മ്യൂണിക്കേറ്റ് വിത്ത് ദി ഡിഫറെൻറ്റ് പേഴ്സണൽസ്. ഓക്കെ, അതാണ് കമ്മ്യൂണിക്കേഷൻ സ്കിൽസ്. ആൻഡ് എംപത്തി മീൻസ് ടു അണ്ടർസ്റ്റാൻഡ് ദ അതേഴ്സ് ഫീലിംഗ്, അതർ പേഴ്സൺസ് ഫീലിങ്സ് മനസ്സിലാക്കുന്നതിനെയാണ് empathy എന്ന് പറയുന്നത്. സോ ദർ ആർ 2 types of communication skills, intra group and inter group. ഓക്കെ, ഇൻട്രാ ഗ്രൂപ്പ് എന്ന് പറഞ്ഞാൽ വിത്തിൻ ദറ്റ് ഗ്രൂപ്പ് ഓർ ഡിപ്പാർട്ട്മെൻറ്റ്, അതാണ് ഇൻട്രാ ഗ്രൂപ്പ്. ആൻഡ് ഇൻറ്റർ ഗ്രൂപ്പ് എന്ന് പറഞ്ഞാൽ ബിറ്റ്വീൻ ഡിഫറെൻറ്റ് ഡിപ്പാർട്ട്മെൻറ്റ്സ് ഓർ വിത്ത് ഔട്ട്സൈഡ് വേൾഡ്, അതിനെയൊക്കെയാണ് ഇൻറ്റർ ഗ്രൂപ്പ് എന്ന് പറയുന്നത്. ഓക്കെ, സോ ഇൻട്രാ ഗ്രൂപ്പ് കമ്മ്യൂണിക്കേഷൻ സ്കിൽ ഇസ് എസെൻഷ്യൽ ഫോർ ലോവർ ആൻഡ് മിഡിൽ ലെവൽ മാനേജേഴ്സ്. ഓക്കെ, സോ ഡിപ്പാർട്ട്മെൻറ്റൽ മാനേജേഴ്സിന്, ബ്രാഞ്ച് മാനേജേഴ്സിനൊക്കെയാണ് ഇൻട്രാ ഗ്രൂപ്പ് കമ്മ്യൂണിക്കേഷൻ സ്കിൽസ് വേണ്ടത്. വെറാസ് ടോപ്പ് മാനേജ്മെൻറ്റിലുള്ളവർക്ക്, ഓക്കെ, ടോപ്പ് ഹയർ ലെവൽ മാനേജേഴ്സ് അല്ലെങ്കിൽ ടോപ്പ് മാനേജ്മെൻറ്റിലുള്ള മാനേജേഴ്സിന് ദേ ഷുഡ് റിക്വയർ വാട്ട് ഇൻറ്റർ ഗ്രൂപ്പ് കമ്മ്യൂണിക്കേഷൻ സ്കിൽസ്, ബിക്കോസ് ദേ ഹാവ് ടു കമ്മ്യൂണിക്കേറ്റ് വിത്ത് ദി ഔട്ട്സൈഡ് വേൾഡ് ആൻഡ് ഓൾസോ ടു ദി മാനേജേഴ്സ്. ഓക്കെ, സബോർഡിനേറ്റ് മാനേജേഴ്സ് ഒക്കെ. അപ്പോൾ ദേ ഷുഡ് പോസസ് ഇൻറ്റർ ഗ്രൂപ്പ് കമ്മ്യൂണിക്കേഷൻ സ്കിൽസ്. നെക്സ്റ്റ് ഇസ് ഇൻറ്റഗ്രിറ്റി ആൻഡ് ഓണസ്റ്റി. സോ ഒരു ഓർഗനൈസേഷൻ്റെ ഒരു സ്ട്രോങ് പില്ലർ എന്ന് വെച്ചാൽ അതിൻ്റെ ആ ട്രാൻസ്പെറൻസി, ഓക്കെ, അല്ലെങ്കിൽ ആ ഒരു ഓണസ്റ്റിയാണ്. സോ ട്രസ്റ്റ് വർത്തി ആണ്. സോ മാനേജേഴ്സ് മസ്റ്റ് ബി ട്രസ്റ്റ് വർത്തി ആൻഡ് മോറലി സൗണ്ട്. ദേ മസ്റ്റ് ബി ഓണസ്റ്റ്. ഓക്കെ, എസ്പെഷ്യലി ഫൈനാൻഷ്യൽ മാറ്റേഴ്സ് ഒക്കെ ഡീൽ ചെയ്യാൻ നേരത്ത് ദേ മസ്റ്റ് ബി കംപ്ലീറ്റ്ലി ഓണസ്റ്റ് ആൻഡ് ദേ ഷുഡ് കീപ് ദ സുപ്പീരിയേഴ്സ് ഇൻഫോംഡ് അബൌട്ട് മേജർ ഡിസിഷൻസ്. ഓക്കെ, ആൻഡ് ഇൻറ്റഗ്രിറ്റി. സോ ഇൻറ്റഗ്രിറ്റി എന്ന് വെച്ചാൽ ദർ കംപ്ലീറ്റ്, അതായത് ട്രൂത്ത്ഫുൾനെസ്, അതുപോലെ സ്ട്രോങ് ക്യാരക്ടർ അവർക്ക് ഉണ്ടായിരിക്കണം. ആൻഡ് ദേ ഷുഡ് പോസസ്, ഓക്കെ, മാനേജീരിയൽ എത്തിക്സ്. സോ ഇതൊക്കെയാണ് ഇൻറ്റഗ്രിറ്റി. സോ മോസ്റ്റ് സക്സസ്ഫുൾ ഓർഗനൈസേഷൻസ് ഹാവ് മാനേജേഴ്സ് വിത്ത് ദീസ് ക്വാളിറ്റീസ്. ഓക്കെ, നെക്സ്റ്റ് ഇസ് പാസ്റ്റ് പെർഫോമൻസ് ആസ് എ മാനേജർ. സോ എക്സ്പീരിയൻസ് ഉള്ള ഒരു മാനേജർ ആണെങ്കിൽ സോ ഹി വിൽ ബി മോർ റിലയബിൾ ടു ദി കമ്പനി ആൻഡ് ഇറ്റ്സ് മെമ്പേഴ്സ്. Okay, so അതാണ് പാസ്റ്റ് പെർഫോമൻസ്. സോ ഇൻ മെനി ഓർഗനൈസേഷൻസ് ഇറ്റ് ഈസ് പ്രൂവൺ ദാറ്റ് എക്സ്പീരിയൻസ് മാനേജേഴ്സ് ആക്ട് വൈസ്ലി ഡ്യൂറിങ് ക്രിട്ടിക്കൽ സിറ്റുവേഷൻ.
ഓക്കെ, സോ നമുക്ക് ടെക്നിക്കൽ സ്കില്ല് മാത്രം പോരാ, വി നീഡ് എക്സ്പീരിയൻസ്. എ മാനേജർ ഷുഡ് പോസസ് ഗുഡ് എക്സ്പീരിയൻസ്. ഒത്തിരി നാളത്തെ എക്സ്പീരിയൻസ് ഉണ്ടെങ്കിൽ ഹി ക്യാൻ, അതായത് പ്രോബ്ലം സോൾവിങ് അല്ലെങ്കിൽ ഡിസിഷൻ മേക്കിംഗ് സ്കില്ല്, he can make decisions in any critical situations. Okay, so that past performance as a manager, so it acts as a reliable forecast of managers' future performance. For the selection of lower level managers, past experience may not be the important criteria, but past experience and their achievements in earlier organizations are very important consideration for selecting middle level and higher level managers. Okay, so നമ്മൾ ഫ്രഷേഴ്സിന് ചൂസ് ചെയ്യുന്ന നേരത്തെ വി ഡോണ്ട് ലുക്ക് ദിസ് എക്സ്പീരിയൻസ് ആൻഡ് ഓൾ, വി ഓൺലി സീ ദ ടെക്നിക്കൽ സൈഡ്. പക്ഷേ മിഡിൽ ലെവൽ അല്ലെങ്കിൽ ഹയർ ലെവൽ മാനേജേഴ്സിനെ ചൂസ് ചെയ്യുമ്പോൾ ദേ ഓൾവേസ് ലുക്ക് ഫോർവേഡ് എക്സ്പീരിയൻസ്. ഓക്കെ, അത് പാസ്റ്റ് നേരത്തെ നിന്നിരുന്ന ഓർഗനൈസേഷനിലെ എക്സ്പീരിയൻസ് ആൻഡ് അച്ചീവ്മെൻറ്റ്സ് പ്രത്യേകം നോക്കും. And next is selection process, techniques and instruments. Okay, so selection process, or the overall selection process, techniques and instruments that includes steps to be followed. So selection process എന്ന് വെച്ചാൽ എന്താ, ആ ഒരു ഇൻഡിവിജ്വലിനെ റിക്രൂട്ട് ചെയ്യാൻ നേരത്തുള്ള, ഓക്കെ, സെലക്ട് ചെയ്യാൻ നേരത്തുള്ള പ്രോസസ്സസ്, ഇൻ്റർവ്യൂസ്, ടെസ്റ്റ്, അസസ്മെൻറ്റ്, അതൊക്കെയാണ് ഓവറോൾ സെലക്ഷൻ പ്രോസസ് അല്ലെങ്കിൽ ടെക്നിക്സ് എന്ന് പറയുന്നത്. Okay, so in order to have a good selection of candidate, the information about the candidate should be valid and റിലയബിൾ. സോ റിലയബിൾ ആൻഡ് വാലിഡ് ആയിട്ടുള്ള ഇൻഫർമേഷൻസ് കിട്ടണം. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് ഇങ്ങനെ ഡിഫറെൻറ്റ് സ്റ്റേജസിലുള്ള ടെസ്റ്റും ഇൻ്റർവ്യൂസൊക്കെ നടത്തുന്നത്. സോ ദർ ഈസ് നോ സ്റ്റാൻഡേർഡ് സെലക്ഷൻ പ്രോസസ് ടു ബി ഫോളോഡ് ബൈ കമ്പനീസ്, ബട്ട് ഓക്കെ, സോ ഏത് ഡിഫറെൻറ്റ് മെത്തേഡ്സ് വേണമെങ്കിലും ദാറ്റ് ഡിപ്പെൻഡ്സ് ഓൺ ദി കമ്പനി, ഓർഗനൈസേഷൻ ഡിപ്പെൻഡഡ് ആണ് അവരുടെ റിക്രൂട്ട്മെൻറ്റ് പ്രോസസ്സ്. ഓക്കെ, നൗ നെക്സ്റ്റ് ഈസ് ദി സെലക്ഷൻ പ്രോസസ്. സോ സെലക്ഷൻ പ്രോസസ്സിൽ എന്തൊക്കെ സ്റ്റെപ്സാണ് ഉള്ളത്? ഫസ്റ്റ് ഇസ് സ്ക്രീനിങ് ഓഫ് ആപ്ലിക്കേഷൻ. ദെൻ ഓക്കെ, ആപ്ലിക്കേഷൻസ് കുറേ റിസീവ് ചെയ്യും, അതിൽ നിന്ന് സെലക്റ്റഡ് ആയിട്ടുള്ള ആപ്ലിക്കേഷൻസ്, പിന്നെ എന്ത് ടെസ്റ്റ്, ഓക്കെ, ആ സെലക്റ്റഡ് ആയിട്ടുള്ളത് വെച്ച് ടെസ്റ്റ് നടത്തും. സോ അഗെയിൻ ടെസ്റ്റിൽ തന്നെ 2-3 ടെസ്റ്റൊക്കെ ഉണ്ടാകും. ഓക്കെ, ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് ടെസ്റ്റ് കണ്ടക്ട് ചെയ്യും. ആൻഡ് ആഫ്റ്റർ ദാറ്റ് ആ ടെസ്റ്റിൽ നിന്ന് കുറച്ച് പേര്, അതായത് സെലക്ട് ചെയ്യും, ബാക്കിയുള്ളവരെ എലിമിനേറ്റ് ചെയ്യും. ആൻഡ് സെലക്റ്റഡ് കാൻഡിഡേറ്റ്സ് വിൽ മൂവ് ഓൺ ടു ദ ഇൻ്റർവ്യൂസ്. സോ ഇൻ്റർവ്യൂസ് തന്നെ പ്രിലിമിനറി ഇൻ്റർവ്യൂ ഉണ്ടാകും, മെഡിക്കൽ ഉണ്ടാകും, ആൻഡ് ദെൻ final. Okay, and after the interviews the candidate will be approved by the authority, and then finally they are placed. So idana selection process. So let us see each of them. First is screening of applications. So from the received applications, the candidate informations such as personal details, achievements, experiences, etc. used to screen the applicants who are found qualified for the consideration of employment. ഓക്കെ, സോ സ്ക്രീനിങ് എന്ന് വെച്ചാൽ ഫസ്റ്റ് ഒരു സ്ക്രീനിങ് പ്രോസസ്സിൽ റിസീവ് ചെയ്ത ആപ്ലിക്കേഷൻസിൽ നിന്ന് ക്വാളിഫൈഡ് ആയിട്ടുള്ള കാൻഡിഡേറ്റ്സിനെ ചൂസ് ചെയ്യും. ഓക്കെ, ആൻഡ് ദേ ആർ ഫർദർ ഇൻവൈറ്റഡ് ഫോർ ഫർദർ പ്രോസസ്സ്. സോ സെക്കൻഡ് പ്രോസസ്സ് എന്ന് വെച്ചാൽ സെലക്ഷൻ ടെസ്റ്റ് ആണ്. സോ സെലക്ഷൻ ടെസ്റ്റ് ഡിഫറെൻറ്റ് സ്റ്റേജസിലായിട്ട് നടത്താറുണ്ട്, ലൈക്ക് ആപ്റ്റിറ്റ്യൂഡ്, എബിലിറ്റി, ഇൻ്റലിജൻസ്, ഫിസിക്കൽ, മെൻറ്റൽ, ഓക്കെ, അതെല്ലാം നോക്കിക്കൊണ്ട്. And many types of tests may be conducted, such as personality test, aptitude test, interest test, etc. And then preliminary interview. So after that, the shortlist either again they are given a short interview. Okay, so ഒരു അൺസ്യൂട്ടബിൾ ആയിട്ടുള്ള കാൻഡിഡേറ്റ്സിനെ എലിമിനേറ്റ് ചെയ്യാനായിട്ടാണ് preliminary interview. Then after that, അതിൽ നിന്ന് ഷോർട്ട് ലിസ്റ്റ് ചെയ്തവർ they are given for medical examinations. Okay, so അത് ജോബ് റിക്വയർമെൻറ്റ് അനുസരിച്ചിരിക്കും, ബിക്കോസ് നോട്ട് എവറി ജോബ്സിന് ഈ മെഡിക്കൽ റിക്വയർമെൻറ്റ്സ് ഇല്ല. ഓക്കെ, ബിക്കോസ് സർട്ടൺ ജോബ്സ് മേ നീഡ് ക്ലിയർ വിഷൻ, പെർഫെക്റ്റ് ഹിയറിംഗ്, ക്ലിയർ ടോൺ, ഓക്കെ, ടോളറൻസ് ഓഫ് ഹാർഡ് വർക്കിംഗ് കണ്ടീഷൻസ്. സോ അങ്ങനെ വർക്ക് ടോളറൻസ് ഒക്കെ അങ്ങനെ ആവശ്യമുള്ള ജോബിനാണെങ്കിൽ ഓക്കെ ദേ പ്രിഫർ മെഡിക്കൽ എക്സാമിനേഷൻ. So then it reveals whether the candidate is fit for the job. Again after that, final interview. So it is the most essential, most critical step ആണ് final interview. Okay, so ഈ ഇൻഫർമേഷൻസ് ഒക്കെ ക്രോസ് ചെക്ക് ചെയ്യാനായിട്ടുള്ള ഒരു പ്ലാറ്റ്ഫോം ആണ്. ആൻഡ് there are different types of interviews: informal, formal, planned, depth, patterned, stress, group, panel interviews. Okay, അങ്ങനെ ഡിഫറെൻ്റ് ആയിട്ടുള്ള ഇൻ്റർവ്യൂസ് ഉണ്ട്. Okay, then approval. And approval means based on അതായത് ഈ above അതായത് ഈ ഫൈനൽ ഇൻ്റർവ്യൂവും കൂടെ പാസ്സായി കഴിഞ്ഞാൽ they will be suitable candidates are recommended. ഓക്കെ, ഓരോ ഡിപ്പാർട്ട്മെൻറ്റ്സിലേക്കും അയക്കും, ഡിഫറെൻറ്റ് ഡിപ്പാർട്ട്മെൻറ്റ്സ്, ആൻഡ് ദ ഡിപ്പാർട്ട്മെൻറ്റൽ മാനേജേഴ്സ്, ഓക്കെ, ഡിപ്പാർട്ട്മെൻറ്റൽ ഹെഡ്സ്
will approve, okay, give the approval. So when approval is received, the candidates are informed about their selection and asked to report on duty to the specified persons. And after that, okay, after clearing all the formalities, the candidates are put into their job. Okay, the first probatory period ആയിരിക്കും, and after that probatory period, if okay, അവരെ ഒബ്സർവ് ചെയ്തിട്ട് if they are good, okay, matching well with the ഒരു ജോബ് റിക്വയർമെൻറ്റുമായിട്ട് മാച്ച് ചെയ്യുന്നുണ്ടെങ്കിൽ they will become the permanent employees of the organization. Okay, so this is the job selection process. Again, selection techniques and instruments. So selection techniques നമ്മളിപ്പോൾ പറഞ്ഞതേ ഉള്ളൂ. Okay, selection techniques ഏതൊക്കെ ടെക്നിക്സ് ആണ് യൂസ് ചെയ്യുന്നത്? We may use interviews, test and assessment. So first is interview. An interview is a purposeful exchange of ideas, answering of questions, communication between two or more persons. It is an attempt to secure maximum amount of information from the candidate concerning the suitability for the job under consideration. Okay, so അവരുടെ maximum informations collect ചെയ്യുക and cross checking that. Okay, so അതാണ് interview process, and there are different types of interview: preliminary, core and decision making interviews. So preliminary interviews എന്ന് വെച്ചാൽ they may be informal or unstructured. Okay, അതായത് they may be asked, enquired about their family, background, interest, അങ്ങനെ hobbies. Okay, ഈ വക കാര്യങ്ങളൊക്കെയാണ് what in preliminary interviews. Again, core interviews, okay, background information, formal and structured. Stress interview, group interview, okay, like GDs, group discussions, okay. Then panel interviews, depth interview, okay, depth means in-depth knowledge, okay, test ചെയ്യാനായിട്ട്. Again, decision making interviews. So these are the different types of interviews. So the job requirement അനുസരിച്ചിരിക്കും ഓരോ interviews. Again, okay, in what all ways we can improve the effectiveness of interviews? So interviews should be conducted in calm and cool atmosphere, and it should not create any mental tension and stress. Okay, except stress interviews they can create, but other than that, okay, there shall not be any mental tension or stress. Then it should not be conducted quickly. Okay, ഒരു adequate time ഒക്കെ കൊടുക്കണം. Okay, and it should not be planned very quickly, and it should be held when sufficient information have been gathered. That means interviews ഭയങ്കര ഒത്തിരി ലോങ് ആയിട്ട് നിൽക്കരുത്. Okay, it should be stopped when the information കിട്ടാനുള്ള ഇൻഫർമേഷൻസ് കിട്ടിക്കഴിഞ്ഞാൽ it should be stopped there. Then it shall provide private facilities. So interview ചെയ്യാൻ വരുന്ന okay, that employeesന് വേണ്ടി, candidatesന് വേണ്ടിയിട്ടുള്ള ഫെസിലിറ്റീസ് ഒക്കെ പ്രൊവൈഡ് ചെയ്തേക്കണം. Again, test. So that is the next technique. So test എന്ന് വെച്ചാൽ that can be different tests like aptitude test. Okay, then അതായത് ജനറൽ ഇൻ്റലിജൻസ്, okay, അങ്ങനെ അതായത് ക്വാണ്ടിറ്റേറ്റീവ്, ക്വാളിറ്റേറ്റീവ്, സോ അങ്ങനെയുള്ള ടെസ്റ്റ്. ആൻഡ് സൈക്കോമോട്ടോർ ടെസ്റ്റ് എന്ന് വെച്ചാൽ ലൈക്ക് നമ്മുടെ കൺട്രോൾ ആൻഡ് കോർഡിനേഷൻ, അതായത് ഓപ്പറേഷൻ ലെവലിലായിരിക്കും സൈക്കോമോട്ടോർ ടെസ്റ്റ്. ഓക്കെ, സോ ഓപ്പറേറ്റേഴ്സിനൊക്കെ നമ്മൾ ഹയർ ചെയ്യാൻ നേരത്ത് അവരുടെ കൺട്രോൾ, കോർഡിനേഷൻ, റിയാക്ഷൻ ടൈം, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ടെസ്റ്റ് ചെയ്യാനായിട്ട് സൈക്കോമോട്ടോർ ടെസ്റ്റ്. നമ്മൾ ഡ്രൈവിംഗ് ടെസ്റ്റൊക്കെ ചെയ്തില്ലേ, സോ റിയാക്ഷൻ ടൈമൊക്കെ അറിയാനായിട്ട്. അതേപോലെ ഓരോ മെഷീൻ ഓപ്പറേറ്റ് ചെയ്യാനാണെങ്കിലും അല്ലെങ്കിൽ അങ്ങനെ ഒരു എൻവിയോൺമെൻറ്റിൽ വർക്ക് ചെയ്യുകയാണെങ്കിൽ ദേ ഷുഡ് പോസസ് ദിസ്. ഓക്കെ, ആ ഒരു റിയാക്ഷൻ ടൈമും കൺട്രോൾ കോർഡിനേഷനൊക്കെ വേണം. സോ അതിന് വേണ്ടിയിട്ടുള്ള ടെസ്റ്റാണ് സൈക്കോമോട്ടോർ ടെസ്റ്റ്. ദെൻ പേഴ്സണാലിറ്റി ടെസ്റ്റ്, വൊക്കേഷണൽ ടെസ്റ്റ്, എക്സെട്ര. വൊക്കേഷണൽ ടെസ്റ്റ് എന്ന് വെച്ചാൽ എങ്ങനെയുള്ള, അതായത് ഓക്കെ ഏത് സബ്ജക്റ്റാണ്, ഓക്കെ ഏറ്റവും സ്യൂട്ടബിളായിട്ടുള്ള ഏതാണ് അവരുടെ ആ ഒരു ഫീൽഡ്, ഓക്കെ അത് ഇൻട്രസ്റ്റ് മാച്ച് ചെയ്യൊക്കെ നോക്കുന്നതാണ് വൊക്കേഷണൽ ടെസ്റ്റ്. Again, assessment centers എന്ന് വെച്ചാൽ ദറ്റ് ഈസ് ഫോർ സെലക്ടിങ് ആൻഡ് പ്രൊമോട്ടിങ് മാനേജേഴ്സ്. ഓക്കെ, സോ അതായത് ട്രെയിനിങ്ങിൻ്റെ ടൈമിൽ തന്നെ യൂസ് ചെയ്യുന്നതാണ് അസസ്മെൻറ്റ് സെൻറ്റേഴ്സും. ഓക്കെ, അതായത് ഇതിലെന്ന് പറഞ്ഞാൽ കുറേ എല്ലാ ഡിപ്പാർട്ട്മെൻറ്റ്സും കൂടെ ഒരുമിച്ച് കൊണ്ടുവരും. ആൻഡ് ദേ വിൽ ബി ഗിവൺ ടാസ്ക്. അവർക്ക് ഓരോ ടാസ്ക് കൊടുക്കും, സെയിം ആസ് നമ്മൾ ഈ ഓറിയൻറ്റേഷനൊക്കെ ചെയ്യുന്ന പോലെ തന്നെ. ഓക്കെ, ദേ വിൽ ബി ഗിവൺ ടാസ്ക് ആൻഡ് ദേ വിൽ ബി ആസ്ക്ഡ് or a group assignment and how well they are doing, performing there. Okay, presentations ആയിരിക്കും, role plays ആയിരിക്കും. അപ്പോൾ അങ്ങനെ ഡിഫറെൻറ്റ് ടാസ്ക് കൊടുക്കും ആൻഡ് ഹൗ വെൽ ദേ ആർ ടേക്കിംഗ് അപ്പ് ദ ടാസ്ക്. ഓക്കെ, അതനുസരിച്ചൊരു അസസ്മെൻറ്റ് നടത്തും. സോ ദറ്റ് ഈസ് അസസ്മെൻറ്റ് സെൻറ്റേഴ്സ്. സോ ദ ലിമിറ്റേഷൻസ് ഇസ് ഇറ്റ് ഈസ് കോസ്റ്റ്ലി ബിക്കോസ് ടൈം കൺസ്യൂമിങ് ആയിരിക്കും. ഇത്രയും ഈ വർക്കിൻ്റെ ഇടയ്ക്കെല്ലാം ഇത്രയും ഒരു ഓക്കെ ഡിപ്പാർട്ട്മെൻറ്റ്സിൽ നിന്ന് ആൾക്കാരെയൊക്കെ കൊണ്ടുവന്ന് ഇങ്ങനെ ഒരു പ്രോഗ്രാം കണ്ടക്ട് ചെയ്യാന്ന് വെച്ചാൽ ഇറ്റ് ഈസ് കോസ്റ്റ്ലി ഇൻ ടേംസ് ഓഫ് ടൈം.
And training session, so the training the assessors, so that is difficult, and difficult to identify the activities, or what type of activities, okay, and how the assessment shall be made up, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ it is difficult. So these are the different techniques used in selection process. Okay, so ഇത്രയാണ് കാര്യങ്ങൾ, അതായത് ജോബ് ഡിസൈൻ പഠിച്ചു, അതുപോലെ സെലക്ഷൻ പ്രോസസ്, ഓക്കെ, ആൻഡ് ദ സ്കിൽസ്. Again, university questions the list the steps of selecting engineers in a production firm. Okay, selection process in the steps one. List 4 important interpersonal skills. Okay, so personal skills are ഇവിടെ മെൻഷൻ ചെയ്യേണ്ടത്. Explain the need of job design indicating factors influence it. Okay, so job design goals. Okay, distinguish the following, that is recruitment, placement, selection and induction. So recruitment means what? Recruitment is searching suitable candidates. Okay, അപ്പോൾ അവരുടെ ആ ഒരു ഇൻഫർമേഷൻ പ്രോസസ്സൊക്കെ, ആ ഒരു പ്രോസസ്സിനെയൊക്കെ പറ്റിയിട്ടുള്ള ഒരു ഇൻഫർമേഷൻ കൊടുക്കുന്നതാണ് റിക്രൂട്ട്മെൻറ്റ്. ആൻഡ് സെലക്ഷൻ ഇസ് സെലക്ടിങ് ദി കാൻഡിഡേറ്റ്സ്. ഓക്കെ, ആൻഡ് പ്ലേസ്മെൻറ്റ്, പ്ലേസിങ് ഇൻ ഓരോ പെർട്ടിക്കുലർ നമ്മൾ പറഞ്ഞു. ഇൻഡക്ഷൻ എന്ന് വെച്ചാൽ ദറ്റ് ഓറിയൻറ്റേഷൻ, ട്രെയിനിങ് ഗിവൺ ടു ദം. List the advantages and disadvantages of interview as a selection technique. So this you find out yourself. Okay, interviews in all advantage and disadvantages. Then what do you understand by the term job design? Okay, then what are the process involved in job design? So മൂന്ന് പ്രോസസ് അല്ലെങ്കിൽ ടെക്നിക്സ് നമ്മൾ പറഞ്ഞായിരുന്നു. ജോബ് എൻലാർജ്മെൻറ്റ്, ജോബ് റൊട്ടേഷൻ ആൻഡ് എൻറിച്ച്മെൻറ്റ്. ഓക്കെ, സോ എക്സ്പ്ലെയിൻ ഈച്ച് ഓഫ് ദം. സോ that's all. So ഇതോടെ 5th module ഇവിടെ കംപ്ലീറ്റ് ആവുകയാണ്. So thank you all for listening.